വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. വൈമനസ്യമുണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം വേണം. ഹൈക്കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന സാഹചര്യത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 13 ഭേദഗതിയിലൂടെ ഒഴിവാക്കിയതിനാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശം. നിയമം ഭേദഗതി ചെയ്തെങ്കിലും ഭരണഘടന അനുച്ഛേദം 73 പ്രകാരം ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്നുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്ര നിലപാടിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. വായ്പ എഴുതിത്തള്ളുന്നതിൽ വിശദീകരണം നൽകാൻ ഏപ്രിൽ 10 ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ ദുരന്ത നിവാരണ നിയമത്തിൽ കഴിഞ്ഞ മാർച്ച് 29 വരുത്തിയ ഭേദഗതിയിലൂടെ ഈ വകുപ്പ് തന്നെ ഒഴിവാക്കിയതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അണ്ടർ സെക്രട്ടറി ചന്ദൻ സിംഗ് സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരും ഇതേ നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കുന്നതിൽ വൈമനസ്യമുണ്ടാകാം. അത് പറയാനുള്ള ധൈര്യമില്ലാത്തത് മനസ്സിലാകുന്നില്ല. നിയമത്തിലെ ചില വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി അധികാരമില്ലെന്ന് പറയരുത്. അധികാരമുണ്ട്, എന്നാൽ നടപ്പാക്കുന്നില്ല എന്നെങ്കിലും പറയണം. ഇക്കാര്യത്തിൽ അണ്ടർ സെക്രട്ടറിയിൽ നിന്നുള്ള വിശദീകരണമല്ല വേണ്ടത്, കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് PM മനോജ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ദേശീയപാതകളുടെ നിർമ്മാണത്തിൽ വ്യക്തമായ ദുരന്ത നിവാരണ പദ്ധതി വേണമെന്ന അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാന്റെ നിർദ്ദേശത്തിൽ വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശിച്ചു.